ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വീടുകളിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? വഴക്കും പിണക്കവും ഒക്കെ ഒരു പരിധി വിടുമ്പോഴാണ് കാര്യങ്ങൾ അപകടത്തിലേക്ക് പോകുന്നത്. കൊല്ലം അഞ്ചാലുംമൂട്ടിൽ ഭാര്യയെ യുവാവ് കുത്തിക്കൊന്നത് ദാമ്പത്യ തർക്കത്തെ തുടർന്നാണ്. കല്ലുവാതുക്കൽ സ്വദേശി ജിനുവാണ് ഭാര്യ രേവതിയെ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ജിനുവിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ രാത്രി 10:30 കൊലപാതകം നടന്നത്. ഇരുവരും തമ്മിൽ കുറച്ച് നാളുകളായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് വിവരം. രേവതിയും ഭർത്താവ് ജിനുവും നാളുകളായി പിണങ്ങിക്കഴിയുകയായിരുന്നു. ഷാനവാസ് മനസ്സിലുള്ള വയോധികനെ പരിചരിക്കാനാണ് രേവതി 5 മാസമായി ഈ വീട്ടിൽ ജോലിക്ക് നിന്നത്. വ്യാഴാഴ്ച രാത്രി 9:30 മതിൽ ചാടിക്കടന്ന ജിനു രേവതിയെ ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റ യുവതി മുറ്റത്ത് കുഴഞ്ഞു വീണു. ബഹളം കേട്ടെത്തിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജിനുവും രേവതിയും പിണങ്ങിക്കഴിയുകയായിരുന്നു. ഭരണിക്കാവിലെ സ്ഥാപനത്തിൽ ജീവനക്കാരനായ ജിനു രാത്രി ബൈക്കിലാണ് ഭാര്യ ജോലിക്ക് നിന്നിരുന്ന താന്നിക്കമുക്ക് ജംഗ്ഷനിലുള്ള വീടിന് മുന്നിലെത്തിയത്. കുത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ഇയാളെ 11 മണിയോടെ ശൂരനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പോലീസ് ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.